മത്സ്യലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇരട്ടടിയായി മാറിയിരിക്കുകയാണ് നോട്ട് നിരോധം. വില കൂടിയ മത്സ്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ല. തുച്ഛമായ വിലയ്ക്ക് വിറ്റൊഴിവാക്കേണ്ട ഗതികേടിലാണ് ഇവർ. ഈ നോട്ട് കൊണ്ടിട്ട് ആര് എന്ത് ചെയ്യും? 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് ചേഞ്ച് തരുന്നില്ല. ചേഞ്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് എടുക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെ കുട്ടികളാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന ബോട്ടുകളിലെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയാണ് ഏറെ കഷ്ടം. കേരളത്തിലെ ഹാർബറുകളിൽ എത്തിയപ്പോഴാണ് പലരും നോട്ട് നിരോധനത്തിന്റെ കഥ പോലും അറിയുന്നത്. ഒരു 8 ദിവസമായി കടലിൽ പോയിട്ട് ഇന്നലെയാണ് കയറിയത്. കടയിൽ ചെന്ന് എന്തെങ്കിലും ആഹാരം കളിക്കാൻ ചെന്നിട്ട് പൈസ കൊടുത്ത് 500 രൂപ നോട്ട് കൊടുത്തപ്പോഴേ ചില്ലറയില്ല. വീട്ടിൽ പോയി 100 രൂപ നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾ മുനമ്പം പൊട്ടാറാ, മുനമ്പത്തിൽ നിന്നാണ് വന്നത്. മുനമ്പം പോകാൻ പറ്റുമോ? 100 രൂപ മേടിക്കാൻ വേണ്ടി. ഇപ്പോഴത്തെ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ മത്സ്യബന്ധനം നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് ബോട്ടുടമകളും പറയുന്നത്. പി എൽ കിരൺ, മീഡിയ 1, കോഴിക്കോട്.